നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷിരൂർ മണ്ണിടിച്ചിലിൽ ദുരന്തത്തിന് തൊട്ടു പിന്നാലെ സംഭവിച്ചത് എന്താണ്? ദുരന്തം സംഭവിച്ച് 8ാം ദിനം നടക്കുന്ന ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ ദുരന്തം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ എടുത്ത ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഗംഗാവലി പുഴയുടെ മറുകരയിൽ നിന്നുള്ള ഉളുവരെ എന്ന ഗ്രാമത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് മണ്ണിടിഞ്ഞതിന് പിന്നാലെ നദിയുടെ മറുകരയിലുള്ളവർ ഭയന്നോടുന്ന കാഴ്ചയാണ്. നാട്ടുകാരാണ് ഈ വീഡിയോ പകർത്തിയത്. നാട്ടുകാർ ഓടി രക്ഷപ്പെടുന്നതും കാണാൻ സാധിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. മാത്രമല്ല, മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് താഴ്ഭാഗത്തായി ഒരു റെയിൽവേ പാലമുണ്ട്. ആ പാലത്തിന് സമീപത്തുണ്ടായിരുന്നവർ പുഴയിൽ പെട്ടെന്ന് വെള്ളം കൂടുന്നത് കണ്ടു. മണ്ണിടിഞ്ഞ് പുഴയിലേക്കാണ് വീണത്. അതോടെ പുഴ ഗതി മാറി ഒഴുകി. മണ്ണിടിച്ചിലിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത് ഉളുവരെ ഗ്രാമത്തിലാണ്. നിരവധി വീടുകൾ തകർന്നു. അവിടെയുള്ള ജനങ്ങൾ ഓടി രക്ഷപ്പെട്ടു. നാട്ടുകാരിൽ ഒരാൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഭയാനകമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്രയും ഭയാനകമായ സംഭവ വികാസങ്ങളാണ് ഈ മണ്ണിടിച്ചിലിന് പിന്നാലെ തൊട്ടപ്പുറത്തുള്ള ഗ്രാമത്തിൽ വരെ സംഭവിച്ചിരിക്കുന്നത്. അതേസമയം അർജുനായുള്ള തെരച്ചിൽ ഇന്നും തുടരും. ചില നിർണായക സൂചനകൾ ഇന്നലത്തെ തിരച്ചിലിൽ പുഴയിൽ നിന്ന് കിട്ടിയെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റഡാർ സിഗ്നൽ കിട്ടിയ അതേ സ്ഥലത്തു നിന്നും സോണാർ സിഗ്നലും കിട്ടിയിട്ടുണ്ട്. ഇത് രക്ഷാദൌത്യത്തിൽ നിർണായകമായേക്കുമെന്ന് സൈന്യം അറിയിച്ചു. വലിയ ലോഹ ഭാഗത്തിന്റെ എന്ന സിഗ്നൽ കിട്ടിയതിൽ 2 സാധ്യതകളാണ് സൈന്യം മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൊന്ന്, ചിലപ്പോൾ ഈ സിഗ്നൽ മണ്ണിടിച്ചിലിനിടെ മറിഞ്ഞു വീണ ടവർ ആകാം, അതല്ലെങ്കിൽ അർജുന്റെ ലോറിയാകാം എന്നാണ്. ഐബോർഡ് ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് നീക്കം. അതേസമയം കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതി വിഷയത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തിയിരുന്നു. അർജുനെ കണ്ടെത്താനുള്ള രക്ഷാദൌത്യം ഗൗരവമുള്ളതാണെന്ന് കർണാടക ഹൈക്കോടതി അറിയിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ഇരു സർക്കാരുകളോടും മറുപടി നൽകണമെന്നൊരു നിർദ്ദേശമാണ് കർണാടക ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതുവരെയുള്ള രക്ഷാദൌത്യത്തിന്റെ വിവരങ്ങൾ കർണാടക ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു. കേസ് ഹൈക്കോടതി ഇന്നും പരിഗണിക്കും. 2 മലയാളി വക്കീലന്മാരാണ് സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. ഉച്ചയ്ക്ക് 2:30-ക്കായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഹർജി പരിഗണിച്ചത്. സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ അഭിഭാഷകരോട് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് ഇന്നലെ ഹൈക്കോടതിയിൽ എത്തിയത്. അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു നിർണായകമായ വിവരം കൂടി വന്നിരുന്നു. നദിക്കരയിൽ അർജുനു വേണ്ടി തിരച്ചിൽ നടത്തുന്ന സ്ഥലത്തു നിന്നുള്ള റഡാറിന്റെ സിഗ്നൽ മാപ്പാണ് പുറത്തു വന്നത്. നദിക്കരയിൽ നിന്ന് 40 മീറ്റർ മാറിയുള്ള സ്ഥലത്ത് നിന്നാണ് സിഗ്നൽ കിട്ടിയത്. ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇന്നലെ നാവികസേന പരിശോധന നടത്തിയത്. ഷിരൂരെ മലയിടിഞ്ഞു വീണ സ്ഥലത്തെ സിഗ്നൽ കിട്ടിയ പ്രദേശത്തെ സിഗ്നൽ മാപ്പ് ചെയ്തതാണിത്. NIT സൂറത്ത് കലിലെ വിദഗ്ധരാണ് ഈ ഏകദേശ മാപ്പ് തയ്യാറാക്കിയത്. മണ്ണിടിഞ്ഞിറങ്ങിയ രീതി വെച്ച് നോക്കിയാൽ അതിനടിയിലുള്ള ട്രക്ക് മറിഞ്ഞു നീങ്ങാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് മാപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. 20 ടൺ ഭാരമുള്ള ലോറിയാണ് അർജുന്റേത്. മലമുകളിൽ നിന്ന് നദിയിലേക്ക് 200 മീറ്ററോളം മണ്ണ് ഇടിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അതിന്റെ ആഘാതം പരിശോധിച്ചാൽ ഇത്ര ഭാരമുള്ള ലോറി ഇപ്പോഴുള്ള കരയിൽ നിന്ന് 40 മീറ്ററോളം അകലത്തിലാകാമെന്നാണ് നിഗമനം. അവിടെ നിന്നാണ് സിഗ്നലുകളും കിട്ടിയിരിക്കുന്നത്. സിഗ്നൽ മണ്ണിടിഞ്ഞിറങ്ങിയതിന്റെ ആഘാതം ഇത് രണ്ടും പരിശോധിച്ചുണ്ടാക്കിയ ഏകദേശ സിഗ്നൽ മാപ്പാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.